എണ്ണയിൽ പൊരിക്കാത്ത മൈദപ്പൊടി ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് മോമോസ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ മോമോസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ നല്ല റെഡ് ചില്ലി സോസും കൂടി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ മോമോസിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈകോയുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടിതാ സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് ആദ്യം 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ആദ്യം തന്നെ ഒന്നായിട്ട് ഒഴിക്കുക എന്നുണ്ടെങ്കിൽ വെള്ളം ഏറിപ്പോവും. ഗോതമ്പ് പൊടിയാണ് മക്കളെ, വെള്ളം ഏറിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ ഇതാ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനാക്കി എടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ തന്നെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചിട്ടെടുക്കണം. അപ്പോഴാണ് ഇത് നല്ല പോലെ തന്നെ മോമോസ് നമുക്ക് ചുറ്റിയിട്ട് മടക്കിയിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് മാവ് ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് വാട്ടിയിട്ടെടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്തിട്ടാണ് വാട്ടിയിട്ടെടുക്കുന്നത്. പിന്നെ നന്നായിട്ട് തന്നെ വാടിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിന്റെ ഫില്ലിങ്സ് എത്രത്തോളം വാട്ടിയിട്ടെടുക്കുന്നോ അത്രത്തോളം ഫില്ലിങ്സ് കുറഞ്ഞു പോകട്ടെ. അപ്പം നമുക്ക് കൂടുതൽ മോമോസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാകത്തിനൊക്കെ വാട്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ സവാള ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം ഞാനിതാ ഒരു കേബേജിന്റെ പകുതിയാണ് കേട്ടോ ചെറുതാക്കിയിട്ട് അരിഞ്ഞതും 3 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ഒന്ന് വാട്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നല്ലപോലെ തന്നെ വാട്ടി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള എല്ലില്ലാത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കന് കൂടി വെന്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളിന്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചമുളകൊന്ന് മാറി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒട്ടും തന്നെ എരിവ് ആരും കൂട്ടൂല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടും തന്നെ മുളക് ചേർക്കാത്തത്. ഭൂരിഭാഗം മുളക് കൂട്ടാത്തവരാണ്. പിന്നെ 1-2 ആൾക്കാർ മുളക് കൂട്ടും, അവർക്ക് നമ്മൾ ഹോട്ട് സോസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മല്ലിയില പുതിനയില ഒന്ന് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് നമുക്ക് പരത്തിയിട്ട് എടുക്കണം. മോമോസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല റെഡിക്ക് നമുക്ക് പൊട്ടിപ്പോവാതെ നല്ല അടിപൊളി ഷീറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമ്മൾ കുഴച്ചിട്ടെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് മോമോസിന്റെ ഷീറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുഴക്കുന്നത് നന്നാവാഞ്ഞാലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാഞ്ഞാലും നമ്മൾ മോമോസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഫില്ലിങ്സ് ഒക്കെ വെക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഈ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയിട്ട് എടുക്കുകയാണ് എനിക്ക് സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. വളരെ എളുപ്പവും അതാണ്. നമുക്ക് കറക്റ്റിന് വട്ടത്തിൽ ഷേപ്പിൽ പരത്തിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ഷേപ്പിൽ പരത്തിയിട്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഉരുളകളാക്കുക. 2-3 മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിന് വലിയ ഉരുളകളാക്കുക. എന്നിട്ട് അത് നല്ലപോലെ തന്നെ പ്രസ് ഉപയോഗിച്ചിട്ട് പ്രസ്സാക്കിയതിന് ശേഷം നമുക്കത് കോയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടി തട്ടിയിട്ട് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിലായിരിക്കണം കേട്ടോ. ഒരു ഭാഗത്ത് കനം കൂടുതൽ, ഒരു ഭാഗത്ത് കട്ടി കുറവ്, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഞാനിതാ എല്ലാ ഭാഗത്തും ഒരേപോലെ കനം വരുന്ന രീതിയിൽ നല്ലപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലുള്ള മൂടി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുത്താൽ ഒരേ ഷേപ്പിലും ഒരേ വലിപ്പത്തിലുള്ള മോമോസിന്റെ ഷീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരേപോലെ പരത്തിയെടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വരുന്ന പോർഷന് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അത് വീണ്ടും പ്രസ്സാക്കിയിട്ട് എടുത്താൽ അതേ വലിപ്പത്തിൽ തന്നെ ആയി കിട്ടും. ഇനി അതേ വലിപ്പം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോല ഉപയോഗിച്ചിട്ട് പരത്തിയിട്ട് എടുത്താൽ മതി. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പണി ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എളുപ്പം ചെറിയ ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ എനിക്ക് എളുപ്പപ്പണിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരേ ആകൃതിയിൽ ഒരുപാട് മോമോസിന്റെ ഷീറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട ആകൃതിയിൽ നമുക്ക് മടക്കിയിട്ടെടുക്കാം. നല്ല വൃത്തിക്ക് മടക്കിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ മടക്കിയെടുക്കുന്ന സമയത്ത് കുട്ടിപ്പാട്ടോളം ഒപ്പം കൂടിയതുകൊണ്ട് പല ഷേപ്പിൽ, പല ആകൃതിയിൽ, പല ഭൂപടത്തിലുള്ള മോമോസുകളൊക്കെയാണ് റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനൊന്നും അല്ലടാ, ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളതാടാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, മക്കള് സമ്മതിക്കണ്ടേ. അപ്പോൾ നമ്മുടെ മോമോസ് മടക്കിയെടുക്കുന്നതിന്റെ രീതി മാത്രം നിങ്ങൾ ആരും അനുകരിക്കണ്ട, ബാക്കിയുള്ളത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആകൃതിയിലുള്ള മോമോസ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി കൈകളിൽ തട്ടിക്കൂട്ടിയ മോമോസ്
മോമോസ് എല്ലാം കൂടി ഞാൻ വാരിയിട്ട് ഇഡ്ഡലി ചെമ്പിലിട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കാര്യപരിപാടിയിലേക്ക് നടക്കാം. നമുക്ക് നല്ല ഹോട്ട് സോസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തണ്ടൊക്കെ ഒടിച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക. എന്നിട്ടത് കുതിരാൻ ഉപയോഗിച്ച വെള്ളത്തോട് കൂടി തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. നമ്മുടെ വറ്റൽമുളകൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് വറ്റിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത 5 തക്കാളിയും കൂടി വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാ മുളകും തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയുടെ തൊലിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അങ്ങനെ തന്നെ ചൂടാറാനായിട്ട് വെക്കുക. ഇതിൻ്റെ വെള്ളമൊന്നും നമ്മൾ കളയരുത്. ചൂടാറി കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് പുതിന, ഒരു പിടി ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ അരച്ചിട്ടെടുക്കുക. ഇനി ഒരു പാന് ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതാ നമ്മുടെ സോസ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂണ് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനെഗറിനേക്കാളും ചെറുനാരങ്ങ നീരാണ് കേട്ടോ ബെസ്റ്റ്. ഞാൻ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് വിനെഗർ ചേർത്തത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. മാവ് വെന്ത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം. മൈദപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് എരിവ് കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് നല്ലപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തക്കാളി സോസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ ഇത്ര തന്നെ എരിവ് താങ്ങാത്തോണ്ടാണ് കേട്ടോ തക്കാളി സോസ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് തക്കാളി സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല കുറുന്നനെയുള്ള സോസ് ഇവിടെ റെഡി ആക്കിയിട്ട് കേട്ടോ. നല്ല കുറുകിയിട്ടുള്ള നല്ല കട്ടിയുള്ള സോസാണ്. ഈ സോസും കൂട്ടി കഴിക്കാനേ മോമോസ് അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ആദ്യം ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് സോസ് ആക്കി കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയിലൊക്കെ മടക്കി എടുത്തിട്ടുള്ള മോമോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് സോസും കൂടി വിതറി കൊടുക്കുക. ഇനി ഇതേ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ മോമോസിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സോസാണ് കേട്ടോ. അടിപൊളി സോസാണ് ഇത്. അപ്പോൾ അതാ മൈദ ഉപയോഗിക്കാത്ത, എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാത്ത നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.